ഞാനൊരു ക്ഷേത്രഭക്തനായിരുന്നു ചെറുപ്പത്തിൽ. കുളിച്ചു തൊഴുത് എല്ലാ വ്രതങ്ങളും നോക്കുന്ന ഒരാളായിരുന്നു. അമ്പലങ്ങളിലെല്ലാം പോകാറുണ്ടായിരുന്നു. ആ പോകുന്നതിനിടയിൽ എനിക്കൊരു പുസ്തകം കിട്ടി. ആ പുസ്തകം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണെന്ന് ധരിച്ചു പോകരുത്. അത് വടകര സിദ്ധാശ്രമത്തിലെ ശിവാനന്ദ പരമഹംസരുടെ സിദ്ധവേദം എന്ന പുസ്തകമായിരുന്നു. ആ പുസ്തകം കയ്യിൽ കിട്ടിയതോടുകൂടിയാണ് എൻ്റെ ഭക്തി പോയത്, എൻ്റെ ഈശ്വരൻ മരിച്ചു പോയത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നതിനിടയിലാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ണൂരിലുള്ള ഒരു ഹാള്, ചെറിയ പൈസക്ക് കിട്ടുന്ന ഒരു ഹാളുണ്ട് അവിടെ, പഴയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് യോഗശാല ഹാളെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ആനന്ദ ചന്ദ്രോദയ യോഗശാല ഹാളാണെന്ന് അറിയുന്നത്. ആ യോഗശാല ഹാളിലെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ സ്റ്റേജിൽ നോക്കുന്നതിന് പകരം ഞാൻ അതിൻ്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന സൂക്തങ്ങളായിരുന്നു നോക്കിയത്. ആ സൂക്തങ്ങളിലൂടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് എനിക്ക് ബന്ധവും താല്പര്യവും അടുപ്പവും ഉണ്ടായത്. അതിനിടയിൽ എൻ്റെ നാട്ടിൽ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് നാട്ടുകാരെല്ലാം ഒരു അരവട്ടാണെന്നാണ് പറയുക. എന്ത് വിഷയം പറയുമ്പോഴും അദ്ദേഹം ശിവയോഗിയുടെ ജ്ഞാനപ്പെണ്ണെ എന്ന് അവസാനിക്കുന്നൊരു കീർത്തനം ചൊല്ലാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെല്ലാം ഞാൻ അയാൾക്ക് അറിയുന്നത് മുഴുവൻ, അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം, എഴുതിയെടുത്തു. പിന്നീട് മാലൂർ ഇവിടുന്ന് ആൾ വന്നിട്ടുണ്ട്. മാലൂരും ശിവയോഗിയുടെ ഭക്തന്മാരുണ്ടെന്ന് മനസ്സിലായി കണ്ണൂർ ജില്ലയിൽ. അങ്ങനെയാണ് ശിവയോഗി എന്ന ആ നവോത്ഥാന നായകൻ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഞാൻ പരമാവധി പറയുന്ന പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേരുപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയിരിക്കെ ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കേവലം ഈ സംഗമത്തിലൊരു കേൾവിക്കാരനായി വരണമെന്ന് മാത്രം ഉദ്ദേശത്തിലാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. പക്ഷേ എന്നോടിവിടെ പ്രസംഗിക്കണമെന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. ഇവിടെ വേദിയിലിരിക്കുന്നവരുടെ അപേക്ഷിച്ച് ഞാൻ വെറും ഇതിനെ സംബന്ധിച്ചൊരു ഒരു ശിശുവാണ്. എങ്കിലും നമുക്ക് എൻ്റെ ചില ചിന്തകൾ ഇവിടത്തേക്ക് വരുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 6,49,907 രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ക്ഷേത്രങ്ങൾ ഏതാണ്ട് 1-2 ലക്ഷം വേറെയുമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിട്ട് ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊട്ടിയൂർ ഉത്സവത്തിൽ ലക്ഷങ്ങളാണ് മെനക്കെട്ടിട്ട് അവിടെ എല്ലാ തൊഴിലും കൂലി ഉപേക്ഷിച്ചിട്ട് അവിടെ വരുന്നത്, ശബരിമലയിൽ പോകുന്നതൊക്കെ. ഇത്രയും മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ നഷ്ടവും നികത്തിയിരുന്നത് തന്നെ ഇന്ത്യ സമ്പന്ന രാജ്യമാകുമായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചു. അടി കിട്ടാതെ പോകുന്നത് ഭാഗ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രങ്ങൾ, പള്ളിയുടെ എണ്ണം വേറെയുണ്ട്, ചർച്ചിൻ്റെയും മോസ്കിൻ്റെയും എണ്ണം വേറെയുണ്ട്. ചെറുകിട പൂജാതി കർമ്മങ്ങൾ മിക്ക വീട്ടിലും ഇപ്പോൾ പൂജാമുറികളുണ്ടല്ലോ. അവിടെയൊക്കെ കണ്ണൂർ താഴെ ചൊവ്വയിൽ നിന്ന് മേലെ ചൊവ്വയിലേക്ക് പോകുന്ന വഴിയിൽ 250 രൂപയ്ക്ക് സരസ്വതിയെ കിട്ടും, 300 കൊടുത്താൽ ഗണപതിയെ കിട്ടും. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ പൂജാമുറികളും പ്രാർത്ഥനകളൊക്കെയാണ്. ഒരു ദിവസം ഒരു ദൈവം തുള്ളി ഓടുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. എൻ്റെ ഡിവിഷനിലുള്ള ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനിലുള്ള റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ അവിടുത്തെ ഓവർസിയർ വരാഞ്ഞിട്ട് ഞാൻ അയാളെ വീട്ടിൽ രാവിലെ പോയി. അയാൾ നല്ല തടിയനാണ്, ഒരു കുമ്പക്കൊടലിനാണ്. അയാൾ ഉണർന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഉണ്ട്, എവിടെയാണെന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മ കുളിച്ച് ഈറനണിഞ്ഞ് തലയിലൊരു തോർത്തും ചുറ്റി കോണിപ്പടിയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് ഇതിന് പൂജ ചെയ്യുക. ആ പൂജ ചെയ്യുന്നതിനിടയിൽ ഒരു അവതാളം ഞാൻ കേട്ടു, ഒരു പൊട്ടലും ചീറ്റലും കേട്ടു. നോക്കുമ്പോൾ ഈ കോണിപ്പടിയുടെ തൊട്ടപ്പുറത്തുള്ള ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഇയാൾ അതിൻ്റെ അകത്തുള്ള ശബ്ദമാണ് ഈ പൂജയുടെ ഇടയിൽ. ദൈവമായിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് തുള്ളി ഓടുമായിരുന്നു. ഈ കാര്യവും ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്,
ഇത്രയും ക്ഷേത്രങ്ങളും ഇത്രയും കൃതികളും പാരായണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 വർഷം മുമ്പ് നളന്തയും തക്ഷശിലയും സർവകലാശാലയും ഉണ്ടായിരുന്നു ഇവിടെ. കഴിഞ്ഞ ദിവസം കൽഹണൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടി. കൊച്ചിയത്ത് സദാനന്ദൻ എന്ന് പറയുന്ന ആളാണ് എനിക്ക് തന്നത്. ആ പുസ്തകത്തിലാണ് കാശ്മീരിലെ ശാരദ സർവകലാശാലയെ പറ്റി മനസ്സിലാക്കിയത്. അവിടെ പോയി പഠിച്ചിട്ടാണ് ജഗദ്ഗുരു ആദിശങ്കരൻ കർണാടകത്തിൽ ശാരദാ പീഠമുണ്ടാക്കിയത് എന്ന ആ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഉപനിഷത്തുകൾ 18 പുരാണങ്ങളിൽ 25,000 പേരുണ്ട്. ഈ പേരുകളെല്ലാം ഇനിയിപ്പോൾ പുരാണത്തിലെ പേര് സിനിമയ്ക്ക് ഇടാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? ജനത്തിനിടാൻ പറ്റില്ല. കാരണം പേരിട്ട് ഇനിയിപ്പോൾ ജപ്പാനീസ് ചൈനീസ് പേരുകൾക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. കാരണം സിനിമയിലിട്ടാൽ ആ സിനിമക്ക് സെൻസർ ബോർഡ് കട്ടാൽ. സുരേഷ് ഗോപിയുടെ സിനിമയായാൽ പോലും സെൻസർ ബോർഡ് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ പിന്നെ സാധാരണക്കാരൻ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ജാനകിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ 18 പുരാണങ്ങളിൽ ഏതാണ്ട് 10-25,000 പേരുകളുണ്ടല്ലോ. ആ പേരിൻ്റെ പേരിലാണല്ലോ പിന്നെ ബാക്കി എല്ലാവർക്കും പേരിട്ടത്. അതിനു മുമ്പ് പേരില്ലല്ലോ. ഈ ലോകത്ത് സകലതിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ദൈവത്തിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ഭൂമിക്കും ആകാശത്തിനും എല്ലാറ്റിനും പേര് കൊടുത്ത മനുഷ്യനാണ്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഒന്നിനും പേരുണ്ടായിരുന്നില്ല. ഇത്രയും പേരുകൾ ഉണ്ടാക്കി. ധൃതരാഷ്ട്ര 100 മക്കൾക്ക് പേരിട്ട് തന്നെ ഇപ്പം 2 മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് എത്ര നെറ്റിലാ തപ്പൊന്ന് 100 മക്കൾക്ക് പേരിട്ടു ധൃതരാഷ്ട്രർ അല്ലേ? ഒന്നും ആവർത്തിക്കാതെ ഇടുകയും ചെയ്യും. അത്രയും പേരിട്ടവർ. നമ്മുടെ ഇംഗ്ലീഷ് മരുന്നും മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും പൂക്കളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ലാബറട്ടറി ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, ഒന്നുമില്ലാതെ വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ടാണ് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും തൈലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ചരകനും സുശ്രുതനും സഞ്ജീവിനിയും. അതൊരു ചെറിയ ബുദ്ധിയൊന്നുമല്ല, അപാര ബുദ്ധിയായിരുന്നു. ഇത്രയും ബുദ്ധിമാന്മാരുള്ള നമ്മുടെ രാജ്യത്ത് ഒറ്റൊരു ചോദ്യം, ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അവിടെയാണ് ഈ ബുദ്ധിയെ സനാതനം എന്ന് പറഞ്ഞിട്ട് കുടുക്കിക്കടത്തിയിട്ട് അധുനാതനത്തിലേക്ക് കൊണ്ടുപോകാതിരുന്ന പുരോഹിത വർഗമാണ് ഈ രാജ്യത്തിന്റെ ശത്രു. ഈ ഹാളിൽ ഈ മൈക്ക് കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല, എൻ്റെ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ചത്, പേന കണ്ടുപിടിച്ചത്, കടലാസ് കണ്ടുപിടിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത്, ഫാന് കണ്ടുപിടിച്ചത്, കാറും ലോറിയും കണ്ടുപിടിച്ചത്, ക്യാമറ കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല. ഇത്രയും വിവരമുണ്ടായിട്ട് സനാതനികളോട് ഞാൻ എല്ലായിടത്തും ചോദിക്കുക, എന്തുകൊണ്ട് ആധുനികമായി മനുഷ്യർ ഉപയോഗിക്കുന്ന ഒന്നുപോലും ഇന്ത്യയിൽ കണ്ടുപിടിച്ചതല്ല? എല്ലാം അങ്ങന്ന് കണ്ടുപിടിച്ചു വന്ന വിസ്റ്റം എറൈസ് ഫ്രം ഈസ്റ്റ് എന്നാ പറഞ്ഞിരുന്നത്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നതെന്ന് പാശ്ചാത്യർ പറഞ്ഞിരുന്നു. സംഭവം നമ്മുടെ ജ്ഞാനത്തിന്റെ വികാസ പ്രക്രിയ ഭാരതത്തിൽ തടഞ്ഞുവെച്ച പുരോഹിതന്മാരാണ് ഈ രാജ്യത്തിന്റെ സകലമായ ദയനീയാവസ്ഥയുടെയും കാരണക്കാരൻ. ഈ സത്യം വിളിച്ചു പറയാൻ നമുക്ക് ധൈര്യം വേണം. സന്യാസിമാരെയും പുരോഹിതന്മാരെയും രണ്ടും രണ്ടായി കാണണം കേട്ടോ. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചിട്ട് കുംഭമേളക്ക് പോയിട്ട് വീട് തിരയുന്നവരെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശങ്കരാചാര്യര് പോലും പറഞ്ഞിട്ടുണ്ട്, ജഡി മൂണ്ടിയും ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ. അതിന്റെ അവസാനം പറഞ്ഞത് ഉദരനിമിത്തം ബഹുകൃതവേഷം എന്നാണ്. മൊട്ടയടിച്ചിട്ടും മുടി കത്തിച്ചിട്ടും ജട പിടിച്ച മുടിയുമായി നടന്നിട്ടൊക്കെ ഒരുപാട് സന്തോഷ് മാധവൻ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ സമ്യക്കായി നശിക്കുന്നവർ സ്വന്തം സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബഹുജന സുഖായ ബഹുജന ഹിതായ എന്ന ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്ന സന്യാസിമാർ, ആ സന്യാസി പരമ്പരയിൽപ്പെട്ട കുറെ ആളുകൾ സനാതനികളല്ല, അധുനാതനികളായ സന്യാസിമാർ ഈ രാജ്യത്ത് ഒരുപാടുണ്ടായിരുന്നു. അവര് കാഷായ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പൊതുപ്രവർത്തനത്തിൽ വന്ന ആളുണ്ട്. എൻ്റെ നാട്ടിൽ മുനിയറകളിൽ തപസ് ചെയ്തൊരു സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. മുനിയറകൾ, പണ്ടത്തെ കല്ലിൻ്റെ ഉള്ളിലെ മുനിയറകളിൽ പശുവിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുന്നിൽ കെട്ടിക്കൊടുത്താൽ അവിടുന്ന് കറന്ന് പാല് കുടിച്ച് നേരിട്ട് അവിടുന്ന് ധ്യാനിക്കും.
അയാൾ പിന്നീട് കൊൽക്കത്ത വേദാന്താശ്രമത്തിൽ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സന്യാസി വേദാന്ത അധ്യാപകനായിട്ട് അവിടെ പോയി ഉള്ളൂരിന്റെ വരി വായിച്ചു. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കേ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. താൻ കൈപിടിച്ചുയർത്തേണ്ട പാരതന്ത്രത്തിന്റെയും അജ്ഞതയുടെയും ദാരിദ്ര്യത്തിന്റെയും ചളിക്കുണ്ടിൽ ആണ്ടുകിടക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മോക്ഷം പ്രാപിക്കാൻ ശ്രമിക്കുന്ന തപോനിധിക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ്. ഈ മോക്ഷസങ്കല്പം വലിയ ആപത്തുണ്ടാക്കി നമ്മുടെ രാജ്യത്ത്. അജ്ഞാതമായ മരണാനന്തര ലോകത്തെ മുതലെടുത്തിട്ടാണല്ലോ ഈ ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥക്ക് പോകുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും സൈഡിൽ വിളക്ക് കണ്ട ഇങ്ങനെയാക്കും. എന്താണെന്നറിയാവോ? അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ എന്തൊക്കെ ഒരു ആവശ്യം വന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ കത്തെടുക്കില്ലല്ലോ അവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെയാക്കുന്നത്. ഈ മരിച്ചു കഴിഞ്ഞാലുള്ള ലോകമുണ്ടല്ലോ, ആ ലോകത്തെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ മുഴുവൻ തട്ടിപ്പ് ലോകത്ത് നടത്തുന്നത്. നിങ്ങൾ അറിയണം, അജ്ഞാതമായ മരണാനന്തര ലോകത്തെ വെച്ച് ജ്ഞാതമായിരിക്കുന്ന ഇഹലോക ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന ഭീകരന്മാരാണ് പുരോഹിതന്മാർ. അതെവിടെയും പറയാൻ എനിക്ക് ഒരു പേടിയില്ല, ഭയവുമില്ല. ആ പുരോഹിതന്മാര് എന്തിനിങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ കാഷായ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് തലശ്ശേരിയിൽ വന്നിട്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഉണ്ടാക്കിയ ആള്. അദ്ദേഹം ഒരു ഈഴവനോ തീയനോ ആയിരുന്നില്ല. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറിയായ ആളാണ്. പ്രസിഡന്റ് ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണൻ പിന്നീട് സുപ്രീം കോടതിയുടെ ജഡ്ജിയായി. അയ്യരാണ്, വി.ആർ. കൃഷ്ണയ്യരായിരുന്നു തലശ്ശേരിയിലെ SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ്. മാരാർ ജാതിയിൽപ്പെട്ട ഈ മനുഷ്യൻ പിന്നീട് സംസ്ഥാനത്തെ മന്ത്രിയൊക്കെയായി. ആ മനുഷ്യന്റെ ഗ്രാമത്തിനാണ് ഞാൻ വരുന്നത്. ആ മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്നാണ് വിവേകാനന്ദ ദർശനങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. പുരാണങ്ങളെ പുനരാഖ്യാനം ചെയ്ത് പുതിയ വിധത്തിൽ മാറ്റി വിമർശനാത്മകമായി പഠിക്കണമെന്ന് പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പേര് NE ബാലറാം എന്നാണ്. അദ്ദേഹം ജനിച്ച ഗ്രാമത്തിലാണ് ഞാനും ജനിച്ച് ജീവിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട്, വികാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഇരുണ്ട യുഗത്തിൽ കാത്തുരക്ഷിച്ച ആ സനാതനികളാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രാമുഖ്യം നേടിയിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്തും. ഈ നാടുവാഴിത്വം, ഈ രാജ്യത്തെ നാടുവാഴിത്വം മുഴുവൻ ഈ സനാതനികളുടെ ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്ന മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ചത് എത്ര കാലം ഹിന്ദുക്കളായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരും കൊച്ചി രാജാവും എൻ്റെ നാട്ടിലെ പഴശ്ശി രാജാവും അല്ലേ, പ്രഭാകരൻ പഴശ്ശി രാജാവും, ചിറക്കൽ രാജാവും, തോണ്ടിയ വാഹനും, വീരപാണ്ഡ്യ കട്ടബൊമ്മനും, കൃഷ്ണദേവരായരും, പൃഥ്വിരാജ് ചൗഹാനും, ചന്ദ്രഗുപ്ത മൗര്യനും എല്ലാം ആരായിരുന്നു? നമ്മൾ ആലോചിക്കുക. അവരൊന്നും ഉണർന്നിട്ട് ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോയത് എങ്ങനെ? നമ്മുടെ വികാസം, ആന്തരികമായ വികാസം ഉണ്ടായില്ല. അവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുദ്ധിയുടെയും ശരീരത്തിന്റെയും വികാസത്തിന് ആനുപാതികമായി 3 ഘടകങ്ങൾ NPK മിശ്രിതമായി വളർന്നു വരേണ്ട ആവശ്യകതയാണ് ശിവയോഗിയുടെ ഫിലോസഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിനെ വളർത്തുവാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്കും നമ്മുടെ പുതിയ പാഠ്യ സമ്പ്രദായത്തിനും കഴിയുന്നില്ല. ബുദ്ധി വളരുന്നുണ്ട്, ശരീരവും അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ സൂംബ ഡാൻസും ഒക്കെ ഗംഭീരമാവുന്നുണ്ട്. പക്ഷെ മനസ്സിനെ വളർത്തുന്നുണ്ടോ? അതാണ് ചോദ്യം. പഹൽഗാമിൽ വെടിയേറ്റ് കുറെ ആളുകളെ വെടിവെച്ച് കൊന്ന ആ ഭീകരന്മാരിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഡിഗ്രി പാസ്സായി പോയവരടക്കമുണ്ട് ആ വെടിവെച്ച് കൊന്ന പ്രതികളുടെ ലിസ്റ്റ്. അതിബുദ്ധിമാന്മാരാണ് അവർ. അതുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് അവരെ പിടിക്കാൻ പറ്റിയില്ല. ബുദ്ധിയിലേക്ക് പിടിക്കൂലേ? ഈ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിട്ടും അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല, സ്നേഹമുണ്ടായിരുന്നില്ല, ദയുണ്ടായിരുന്നില്ല. എന്നാൽ 8ാം ക്ലാസ് പാസ്സാകാത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കേരളത്തിൽ മരിച്ചുപോയ ആ വെടിയേറ്റ് മരിച്ച ആ ചെറുപ്പക്കാരന്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങളെ ബാക്കിയുള്ളവരെ ദൈവത്തെ പോലെ രക്ഷപ്പെടുത്തിയത് ആ മുസ്ലിം ചെറുപ്പക്കാരനാണ്. 8ാം ക്ലാസ് പാസ്സാവാത്ത ആ ചെറുപ്പക്കാരന് മനസ്സുണ്ടായിരുന്നു. അവിടെ ആ ശിവയോഗിയുടെ ദർശനത്തിന്റെ പ്രസക്തി. ബുദ്ധിയും ഭൗതിക സുഖസൗകര്യങ്ങളും വളർത്തുന്നതിന് ആനുപാതികമായി
മനസ്സും വളരേണ്ടത് ആവശ്യകതയാണ്. ഈ കാര്യം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകണം, അധ്യാപകരിലേക്ക് പോകണം. മനസ്സ് വളർത്തിയെടുക്കാനുള്ള പ്രക്രിയ, അതാണ് ശിവയോഗി പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്.